നമസ്കാരം. ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പുതിയ ക്രിമിനൽ നിയമങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ ഒരു പ്രധാന സംശയം പലർക്കും ഉണ്ടായിക്കാണും. അതായത് പോലീസിന് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് മീഡിയം വഴിയോ ഔദ്യോഗിക നോട്ടീസൊക്കെ അയക്കാൻ പറ്റുമോ? പ്രത്യേകിച്ചും ഈ BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 അതിലെ സെക്ഷൻ 35 പ്രകാരം ഒരാളോട് ഹാജരാകാൻ പറയുന്ന നോട്ടീസില്ലേ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്, അതങ്ങനെ അയക്കാമോ എന്നുള്ളത്. ഈ വിഷയത്തിലൊരു വ്യക്തത തരുന്നൊരു സുപ്രീം കോടതി ഉത്തരവ് 2025 INSC 909 അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഹരിയാന സർക്കാർ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. അതിലവർ ചോദിച്ചത് ഇത്തരം നോട്ടീസുകൾ ഇലക്ട്രോണിക്കായിട്ട് അയക്കാൻ അനുവദിക്കണം എന്നായിരുന്നു. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അതെ, ഹരിയാന സർക്കാരിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ വളരെ ലളിതമായിരുന്നു. നിലവിലൊരു ഉത്തരവുണ്ടായിരുന്നു ഇലക്ട്രോണിക് നോട്ടീസുകൾക്ക് വിലക്കുള്ളത്. അത് ഭേദഗതി ചെയ്യണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. കാരണം ഇത് വളരെ എളുപ്പത്തിൽ നോട്ടീസ് കൊടുക്കാൻ പറ്റും, പിന്നെ ആളുകൾ മനഃപൂർവ്വം ഒഴിഞ്ഞുമാറുന്നത് തടയാനും ഇത് സഹായിക്കുമെന്നൊക്കെ ആയിരുന്നു അവരുടെ ഒരു വാദം. അവരുടെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു കൃത്യമായിട്ട്? ഈ BNSSലെ ചില വകുപ്പുകളൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നല്ലോ അല്ലേ? തീർച്ചയായും. അവര് പറഞ്ഞത് BNSS സെക്ഷൻ 64(2) നോക്കിയാൽ കോടതിയുടെ മുദ്രയുള്ള സമൻസുകൾ ഇലക്ട്രോണിക്കായിട്ട് അയക്കാം. പിന്നെ സെക്ഷൻ 71 പ്രകാരം സാക്ഷികൾക്കുള്ള സമൻസും അങ്ങനെ അയക്കാം. അതുകൂടാതെ സെക്ഷൻ 530 അനുസരിച്ച് വിചാരണകളും മറ്റു നടപടികളും, അതായത് എൻക്വയറീസ്, അതർ പ്രൊസീഡിംഗ്സ് ഒക്കെ ഇലക്ട്രോണിക് രീതിയിൽ നടത്താൻ നിയമം തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ചോദ്യം ഇതായിരുന്നു, മറ്റെല്ലാത്തിനും ഈ സൗകര്യമുള്ളപ്പോ ഈ സെക്ഷൻ 35 നോട്ടീസിന്റെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ഈ പഴയ രീതി തന്നെ പിന്തുടരുന്നത്? ശരിയാണ്. ഹരിയാനയുടെ വാദം കേൾക്കുമ്പോൾ ഒരു ന്യായമുണ്ടെന്ന് തോന്നാമല്ലോ. കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കാനും എളുപ്പമാക്കാനും ഈ ടെക്നോളജി നല്ലതല്ലേ? മറ്റ് പല നോട്ടീസുകളും ഡിജിറ്റലായിട്ട് അയക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള നോട്ടീസിന് മാത്രം കോടതി ഇത്ര കർശനമായിട്ട് പഴയ രീതി തന്നെ വേണമെന്ന് പറയുന്നത്? അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കോടതി ഊന്നൽ കൊടുത്തത് ഈ സെക്ഷൻ 35 നോട്ടീസിന്റെ ഒരു പ്രത്യേക സ്വഭാവത്തിനാണ്. ഈ നോട്ടീസ് കിട്ടിയിട്ടും ഒരാൾ ഹാജരായില്ലെങ്കിൽ എന്തു സംഭവിക്കും? അത് അയാളുടെ അറസ്റ്റിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുണ്ട്. സെക്ഷൻ 35(6) അത് പറയുന്നുണ്ടത്. ഇത് വ്യക്തിയുടെ മൗലികാവകാശമായ സ്വാതന്ത്ര്യത്തെ, അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21-നെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓ, ശരി. അപ്പോ ഈ നോട്ടീസ് കൈമാറുന്ന രീതി വെറുമൊരു ടെക്നിക്കൽ കാര്യമല്ല. അത് വ്യക്തിയുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. നിയമം ഉണ്ടാക്കിയവർ, അതായത് ലെജിസ്ലേച്ചർ, അവർ ബോധപൂർവം തന്നെ ഈ കാര്യക്ഷമതയേക്കാൾ കൂടുതൽ പ്രാധാന്യം വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ആ നടപടിക്രമങ്ങൾക്ക് നൽകി എന്നാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. പ്രത്യേകിച്ചും ഈ അറസ്റ്റിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഈ സെക്ഷൻ 35 നോട്ടീസിന്റെ കാര്യത്തിൽ. അതാണ് ശരിക്കും കോടതിയുടെ കണ്ടെത്തലിന്റെ ഒരു കാതല്. അപ്പൊ അതിന്റെ അർത്ഥം നിയമമുണ്ടാക്കിയവര് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ നോട്ടീസുകളെ ഇലക്ട്രോണിക് മാർഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത്? അതെ, കോടതിയുടെ വിശകലനം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. BNSSലെ ആ സെക്ഷൻ 530 എടുത്തു നോക്കിയാൽ അതിൽ വിചാരണ, ട്രയൽ, ഇൻക്വയറി, പിന്നെ മറ്റ് നടപടികൾ, അത് പ്രൊസീഡിംഗ്സ്, ഇവയൊക്കെ ഇലക്ട്രോണിക്കായിട്ട് നടത്താമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിന്, അതായത് ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായി വരുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് അതിൽ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ഈ സെക്ഷൻ 35 നോട്ടീസ് നൽകുന്നത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. അതേസമയം നിങ്ങൾ നോക്കിയാൽ കോടതിയുടെ സമൻസുകൾ, അതായത് സെക്ഷൻ 63, 64, 71, പിന്നെ രേഖകൾ ഹാജരാക്കാനുള്ള നോട്ടീസ് സെക്ഷൻ 94, അന്വേഷണ റിപ്പോർട്ട് കൈമാറൽ സെക്ഷൻ 193, ഇതിനൊക്കെ ഇലക്ട്രോണിക് മാർഗങ്ങൾ നിയമം പ്രത്യേകം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവയൊന്നും ഈ സെക്ഷൻ 35 നോട്ടീസ് പോലെ ഒരാളെ നേരിട്ട് അറസ്റ്റിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒന്നല്ല. അതുകൊണ്ട് കോടതിയുടെ ഒരു സമൻസും അതൊരു ജുഡീഷ്യൽ ആക്ടാണ്. പോലീസിന്റെ നോട്ടീസും അതൊരു എക്സിക്യൂട്ടീവ് ആക്ടാണ്. രണ്ടാണ്. ഒന്നിനനുവദിച്ചിട്ടുള്ള രീതി മറ്റേതിന് ബാധകമാക്കാൻ പറ്റില്ല. നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാത്തൊരു കാര്യം, പ്രത്യേകിച്ചും അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമ്പോൾ നമ്മൾ ഊഹിച്ച് നടപ്പാക്കരുതെന്നാണ് കോടതിയുടെ നിലപാട്. വളരെ വ്യക്തമായി. അപ്പോ ഇതിന്റെ എല്ലാം ഒരു ആകത്തുക എന്താണ്? ഹരിയാന സർക്കാരിന്റെ ആ അപേക്ഷ സുപ്രീം കോടതി തള്ളി, അല്ലേ? മുൻപുണ്ടായിരുന്ന ആ ഉത്തരവ് തന്നെ നിലനിൽക്കും.
അതായത് BNSS സെക്ഷൻ 35 പ്രകാരമുള്ള പോലീസ് നോട്ടീസുകൾ വാട്സപ്പ് വഴിയോ മറ്റ് ഇലക്ട്രോണിക് വഴികളിലോ ഔദ്യോഗികമായിട്ട് അയക്കുന്നത് സാധ്യമല്ല. നിയമത്തിൽ പറയുന്ന ആ പഴയ രീതി, അതായത് നേരിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ ഒക്കെ തന്നെ നൽകണം. കൃത്യമായി പറഞ്ഞാൽ അതാണ് സ്ഥിതി. സാങ്കേതികവിദ്യയുടെ സൗകര്യങ്ങളൊക്കെ പ്രധാനമാണ്, അതിൽ സംശയമില്ല. പക്ഷേ വ്യക്തിയുടെ മൗലികാവകാശങ്ങൾ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം, അത് സംരക്ഷിക്കുന്നതിൽ ഈ കർശനമായ നിയമ നടപടിക്രമങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് ഈ വിധി നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കാര്യക്ഷമതയുടെ പേരിൽ ഈ അടിസ്ഥാനപരമായ സംരക്ഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. സാങ്കേതികവിദ്യ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നിയമരംഗത്തും ഉൾപ്പെടെ കൂടുതൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ കാര്യക്ഷമതയും വ്യക്തിഗത അവകാശങ്ങളും തമ്മിലുള്ളൊരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ എങ്ങനെ നിലനിർത്താമെന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷേ നിങ്ങൾക്ക്, കേൾവിക്കാർക്ക് ഇതിനെക്കുറിച്ച് തുടർന്നും ആലോചിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താം. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.